ഹലോ, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ മുന്നാറിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ബിന്ദു ഉണ്ട്, അനിലുണ്ട്, ജയരാജനുണ്ട്, ഹാപ്പി ഉണ്ട്. ദേവരാണ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങള് വയസ്സന്മാരെ അടിച്ചു പൊളിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയിരിക്കട്ടാ. അല്ലാണ്ട് എന്ത് ചെയ്യൂലേ, നമ്മളിങ്ങനെ എൻജോയ് ചെയ്യില്ലേ. അപ്പൊ മുന്നാറിൽ ഇപ്പൊ വന്നപ്പോ എല്ലാവരും പറഞ്ഞു ഭയങ്കര തണുപ്പായിരിക്കുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോ തണുപ്പൊന്നുമില്ല, സാധാരണ ഒരു ക്ലൈമറ്റ് പോലെ തോന്നുന്നുള്ളൂ. അത്ര ഒരു ഇതില്ല. പക്ഷെ നല്ല രസമുണ്ട്. ഇപ്പൊ ഈവനിങ്ങിൽ ഞങ്ങൾ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നടക്കണം കേട്ടാ ഇങ്ങനെ. അപ്പൊ കാണാം, വീഡിയോ വരും. നമ്മൾ ബ്രിട്ടീഷുകാരില്ലേ പണ്ടത്തെ, അവർ ഇവിടെയൊക്കെ വന്ന് ഗസ്റ്റ് ഹൗസൊക്കെ ഉണ്ട് അവരുടെ, ഒരുപാട് പണ്ടത്തെ. അതൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിൽ ഏരിയയിൽ തണുപ്പുണ്ടാവുമല്ലോ, അവർക്ക് ഈ ചൂട് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ തണുത്ത പ്രദേശങ്ങളിൽ അവർ വന്ന് താമസിച്ചിരുന്നു എന്നുള്ളതിന് തെളിവാണ് അതൊക്കെ. പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കണ്ടേ. രാവിലെ നമ്മൾ ഗൗരി കൃഷ്ണയിൽ നിന്ന് ഒരു കാപ്പിയും മസാല ദോശയൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉച്ചക്കലത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് കയറി. അപ്പോൾ ഇവരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ മലക്കി നോൽമിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ വെജിറ്റേറിയനാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ കയറി കഴിക്കാനായിട്ട്. അപ്പോൾ യാത്രയിൽ എപ്പോഴും നമ്മൾ വെജിറ്റേറിയൻ തന്നെയാണ് കഴിക്കാൻ ഇഷ്ടപ്പെടുക. അല്ലെങ്കിൽ കുറച്ച് പ്രോബ്ലംസൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഭക്ഷണത്തിൽ അത് ഉണ്ടാവുക അധികവും നോൺ കഴിക്കുമ്പോഴാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ അധികം ഒന്നും കഴിക്കാനൊന്നും നിന്നിട്ടില്ല. അപ്പോൾ അതേ ഇങ്ങനെ ഒരു പച്ചക്കറി എല്ലാതും കൂട്ടിയിട്ട് ഒരു ഭക്ഷണം, പിന്നെ നെത്തോലി മേടിച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഒരു ഇത് കഴിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഇത് വാങ്ങി. പക്ഷേ അത് അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റൊന്നും തോന്നിയില്ല. പിന്നെ അതേ വണ്ടി ഒതുക്കി ഞങ്ങളിങ്ങനെ സൈഡിൽ ഇങ്ങനെ ഈ വ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് തേയിലത്തോട്ടങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ തേയിലയുടെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് ഈ തേയില അധികവും കാണാറില്ലേ. അപ്പം നമ്മൾ ക്ലബ് മഹേന്ദ്രയിലാണ് നമ്മളെ അക്കോമഡേഷൻ. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഫോർമാലിറ്റീസൊക്കെ ഉണ്ടാവുമല്ലോ, അതിനായിട്ട് അവർ ഐഡൻറ്റിറ്റി കാർഡ് ഒക്കെ വാങ്ങി അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ റൂം ഒക്കെ നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തതാണ്. അപ്പോൾ ഇവരൊരു വെൽക്കം ചെയ്തത് ഒരു ചന്ദനക്കുറിയൊക്കെ തൊട്ടിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞൊരു കോഫിയൊക്കെ തന്നു, അതൊക്കെ കഴിച്ചു. എന്നിട്ട് നമ്മൾ ബഗ്ഗിൽ കയറിയിട്ട് ഇനി നമ്മൾ റൂമിലേക്കുള്ള പരിപാടി. റൂം എന്ന് പറഞ്ഞാൽ നല്ല സ്പേഷ്യസാണ്, കണ്ട നല്ല നീറ്റാണ്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അതിലുണ്ട്. അപ്പോൾ ഒരു 3 ബെഡ്റൂമുണ്ട്. 2 പേരെ ഞങ്ങളുള്ളൂ. അപ്പോൾ 3 ബെഡ്റൂമുണ്ട്. പിന്നെ അതേ ഒരു ഡ്രോയിങ് റൂം, നമുക്ക് ഇപ്പോൾ പാചകമൊക്കെ ചെയ്യാനായിട്ടൊരു കിച്ചൺ. അപ്പോൾ അതിൽ ഫ്രിഡ്ജുണ്ട്, പിന്നെ ഓവനുണ്ട്. അങ്ങനെ ഒരു കെറ്റിൽ കോഫിയൊക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട്. ബെഡ്റൂം ദേ ഇങ്ങനെയാണ് വന്നിട്ട്. ഇപ്പോൾ ഒരു ഡ്രസ്സിങ് റൂമുണ്ട്. പിന്നെ ബാത്റൂം നല്ല ഒരു നീറ്റായിട്ട് നല്ല. നമുക്ക് ബാത്റൂം ഈ യാത്രയിലൊക്കെ എപ്പോഴും നമ്മൾ ബാത്റൂമാണ് ശ്രദ്ധിക്കുക അല്ലേ. നമുക്ക് അതങ്ങോട്ട് അത് ശരിയായില്ലെങ്കിൽ തന്നെ എല്ലാം പോയി എന്നുള്ളതാണ്. അപ്പോൾ അത് ഒക്കെ പെർഫെക്റ്റാണ്. നല്ല നമുക്ക് മൗത്ത് വാഷ് അങ്ങനെയുള്ള, പിന്നെ എല്ലാ 3 തരം നമ്മൾ ഷാമ്പൂക്കോ കണ്ടീഷണറും ഒക്കെ അവർ അവിടെ എല്ലാം ഉണ്ട്. പിന്നെ ഹെയർ ഡ്രയർ അങ്ങനെയൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട്. അങ്ങനെ ഞാൻ രാവിലെയൊക്കെ ഒരു കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചു ഞങ്ങൾ. പിന്നെ വൈകുന്നേരം ഇവിടെ ഇരുന്ന് ഞങ്ങൾ കുറേ നേരം. പിന്നെ താഴെ മാജിക് ഷോ അങ്ങനെയൊക്കെയാണ്. നമുക്ക് കുറേ ക്യാരംസ്, കുറേ കാര്യങ്ങൾ, പടം വരയ്ക്കണം. അപ്പോൾ അതിനൊക്കെയുള്ള ആർട്ട് വർക്ക് നടത്താനൊക്കെയുള്ള സൗകര്യമുണ്ട്. അങ്ങനെ ഈവനിങ് പിന്നെ ഒരു ഷോപ്പിങ്ങിനായിട്ട് ഒരു ചെറിയ ഗുജറാത്തീസിൻ്റെ ഒരു ഷോപ്പുണ്ട്. ഇപ്പം ഞാൻ മോർണിംഗിൽ ഇപ്പോൾ അതിങ്ങനെ വന്നിട്ട് കാണിക്കാം. അതിൻ്റെ പുറത്തൊരു ബാൽക്കണി ഉണ്ട്. അപ്പോൾ ബാൽക്കണിയിൽ ഇങ്ങനെ ഇരുന്നാൽ കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സംഭവമാണ് കാണാം കേട്ടോ. അപ്പോൾ ഞാനൊരു കാപ്പി ഇടാൻ അവിടെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുടിക്കണം, കാപ്പി ഇട്ട് കുടിക്കാം.
പിന്നെ ഇന്നലെ പിന്നെ അത് കഴിഞ്ഞിട്ട് ലേക്ക് വ്യൂ കാണാനൊക്കെ പിന്നെ ഞാൻ ഷോർട്സ് ഇതിൻ്റെ ഇടയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടാൽ അത് മുഴുവനും ഉണ്ടാവും. പിന്നെ അതേ കോഫി ഉണ്ടാക്കാനായിട്ട് ഇതേ കപ്പൊക്കെ ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ അത് കപ്പെടുത്ത് നമുക്ക് കാപ്പിയും പഞ്ചസാര ഞാനിട്ടില്ല, വെറുതെ കട്ടൻ കാപ്പി ഇട്ട് കുടിക്കാം. പിന്നെ സ്പൂണൊക്കെ ഇവിടെ തന്നെയുണ്ട്. പിന്നെ പ്ലേറ്റും ഒക്കെ അടിയിലുണ്ട്. എന്താ അത്യാവശ്യം നമുക്കൊരു കുറേ നാളേക്കൊക്കെ താമസിക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാ സംഭവങ്ങളും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ഡൈനിങ്ങിന് പറ്റിയൊരു സ്പേസ് ഉണ്ട്, നല്ലൊരു കാർന്നോര കസേരയുണ്ട്. പിന്നെ പിന്നെ നെക്സ്റ്റ് ബെഡ്റൂം ഇങ്ങനെയാണ്, സെയിം തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വന്നിട്ട് ഇപ്പോഴത്തെ ബാത്റൂം ഇങ്ങനെ നമ്മൾ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ അങ്ങനെയുണ്ട്. അപ്പോൾ അതാ കണ്ട ഷാംപൂസ് ഏത് ടൈപ്പ് വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വാഷ് ഏരിയ അങ്ങനെ. പിന്നെ നമ്മളെ കാഴ്ചകളൊക്കെ ഇങ്ങനെയാണ്. നമ്മളിപ്പോൾ ബെഡ്റൂമിലിരുന്ന് ജനലിൻ്റെ ഇടയിൽ കൂടെ നോക്കിയാലും ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ തന്നെയാണ് കാണുന്നത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണ്. അപ്പോൾ ഇപ്പോഴിങ്ങനെ സമയം കിട്ടിയാൽ നമ്മൾ എങ്ങനെയൊക്കെ വന്ന് കാണാം. അപ്പോൾ ഇവിടെ എല്ലാവരും ഒന്ന് ഇറങ്ങി നിന്ന് ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക കേട്ടോ. അപ്പോൾ അവർ ഒക്കെ ഇറങ്ങി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഞാനും എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എത്ര കണ്ടിട്ടെങ്കിൽ മതിയാവില്ല. നമ്മളിങ്ങനെ അങ്ങനെയാണല്ലോ, നമ്മൾക്ക് ഇങ്ങനത്തെയൊക്കെ സ്ഥലങ്ങൾ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നും അല്ലേ. അപ്പോൾ അങ്ങനെ ഗുഡ് മോർണിംഗ്. കാലത്തെ എനിക്ക് കുളിച്ചിട്ട് ഇവിടെ വന്ന് ഇരുന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ കാപ്പിയൊക്കെ ഇട്ടു. കാപ്പി കുടിക്കുക, മധുരമില്ലാത്ത കാപ്പി കേട്ടോ. എന്നിട്ട് ഞാനൊരു കാഴ്ച കാണിച്ചിട്ട് നിങ്ങൾക്ക് അതാ മോർണിംഗ് വൈബാണ് കേട്ടോ. ഉണ്ടോ എന്താ രസമല്ലേ. ഇവരൊന്നും എനിട്ടിട്ടില്ല, എനിട്ടിട്ട് തീരുമാനിക്കുക എവിടേക്കൊക്കെ പോവാമെന്ന്. അപ്പം എന്നിട്ട് നമ്മൾ പോവും. അപ്പോൾ ഞാൻ കുറേ കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കാണാം. ഞാൻ കുറേ കൊല്ലം മുമ്പേ മോളൊക്കെ ജനിക്കുന്നേക്കാളും മുന്നാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. മാറ്റാം. അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി ഇവിടെ മാജിക് ഷോ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഈ ഹോട്ടലിൽ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ എന്നിട്ട് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, കളികളുണ്ട്. അങ്ങനെ ക്ലബ് മഹേന്ദ്രയുടെ നല്ലൊരു പാക്കേജാണ് കേട്ടോ ഇവരുടെയൊക്കെ. നല്ല ഇതുണ്ട്, നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്. KSRTC ബസ് പോകണുണ്ട്. ഇവിടെയൊക്കെ ശരി ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ വന്നിട്ടേ എൻ്റെയൊക്കെ പ്രായമൊക്കെ പോവും. നമ്മൾ ഒരു ചെറുപ്രായക്കാർക്കൊക്കെ പറ്റും ഇങ്ങനെ വന്നിട്ട് ഓരോ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ കണക്ഷൻ ബസ്സുകൾ ഇങ്ങനെ കയറിയിട്ട് വരുന്നവർക്കൊക്കെ നല്ല സുഖമായിട്ടാണ്. പിന്നെ ഇന്നലെ ഒരു കപ്പിൾസിനെ കണ്ടു ഞങ്ങൾ. അവർ കുറേ ദിവസമായി ഇവിടെയൊക്കെ ഓരോന്ന് കണ്ടിങ്ങനെ നടക്കണം. റിട്ടയർമെൻറ്റ് അങ്ങനെ റിട്ടയർ ചെയ്തിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അത് അടുത്ത നെക്സ്റ്റ് വേറൊരു ബസ് വന്നിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടി ഇതിലെയൊക്കെ കറങ്ങി പോകണണ്ട ടൂറിസ്റ്റുകൾ തന്നെയാണ്. ഒരുപാട് ആൾക്കാരിങ്ങനെ വരുന്നുണ്ട്. ഇവിടെ ഇരുന്ന് കുറേ കാണാം ഇങ്ങനെ ഇരുന്നിട്ട്. ഇങ്ങനെ മഞ്ഞിങ്ങനെ ഉരുക്കി ചൂടായി വരണം, ചെറിയ ചൂടായിട്ട്. ഒരു കുഞ്ഞു കിളി ഇവിടെ കിടന്ന് അതിൻ്റെ കൂടുണ്ടെന്ന് കൊണ്ടിട്ട് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഉണ്ട്, കാണുന്നുണ്ട? അതേതേ വന്നാണ്. അതിൻ്റെ ഇടയിലൊക്കെ ആവും കിളിക്കൂടുകളുണ്ട് കണ്ട അതിൻ്റെ ഉള്ളിൽ. എന്തായാലും നല്ല രസമുള്ള സ്ഥലം. നിങ്ങൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ കണ്ടുപോകുന്ന കാര്യം. ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. ഇതേപോലെ ഓരോരുത്തരൊക്കെ വന്നിട്ട് പോകുന്നതാണ് കാണുന്നത് കേട്ടോ.
നമ്മൾ ഏജ് ആകുമ്പോൾ പിന്നെ നമ്മൾ ഒറ്റപ്പെട്ട് താമസിക്കുക അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴൊക്കെ നമ്മൾ ഇങ്ങനത്തെയൊക്കെ സ്ഥലങ്ങളിൽ കുറച്ച് ചൂസ് ചെയ്ത് നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആരോഗ്യം അനുസരിച്ച് ഉള്ള കാര്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് പോകും. അതിനൊക്കെ ഇപ്പോൾ വേറെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സംവിധാനം വെച്ചിട്ടായാലും നമ്മൾ അതായത് മനസ്സിനെ മുരടിപ്പിച്ചിരുത്തണ്ട. അങ്ങനെ നമ്മൾ ലൈഫ് കഴിഞ്ഞു അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. നമ്മളുടെ പ്രായത്തിൽ എന്ത് ചെയ്യാൻ പറ്റണോ അത് ചെയ്യണമെന്ന് ഞാൻ പറയാം. പിന്നെ നമ്മളുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേയൊക്കെ ഇങ്ങനെ മടി പിടിച്ചിരിക്കാതെ നമ്മൾ എക്സസൈസ് ചെയ്യണമെന്ന് പറയുമ്പോൾ എക്സസൈസ് ചെയ്യുക തന്നെ വേണം. അങ്ങനെ ചെയ്ത് നമ്മളെ ബോഡീനെ ഒന്ന് കറക്റ്റാക്കി കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്കൊരു സ്ട്രോങ് ആവും കുറച്ചും കൂടെ. അങ്ങനെ വേണമെന്നാണ് ഞാൻ പറയാം. ഏജായി എന്ന് പറഞ്ഞിട്ട് കസേരയിൽ കയറി കിടക്കരുത്, കട്ടിലിൽ കയറി കിടക്കരുത്. നമുക്ക് ചെയ്യാൻ പറ്റണോ അത് ചെയ്യണം എടാ. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്. രാവിലെ ഞാനിങ്ങനെ ഇരുന്ന് വർത്താനം പറയാനിരിക്കട്ടെ നിങ്ങളുടെ അടുത്ത്, വീഡിയോ ഇങ്ങനെ ലോങ്ങായി പോകും. അപ്പം ഞാൻ ഇനി നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ഇന്ന് തന്നെ വൈകിട്ട് മിക്കവാറും ഞാൻ വീഡിയോസ് ഓരോന്നായിട്ട് ഇടാം. കാരണം ഫോണിൽ ഫുള്ളാവും, മെമ്മറി ഫുള്ളാവും. എൻ്റെ ഫോണിൽ അങ്ങനെ മെമ്മറി ഫുള്ളായി ഏകദേശമായിരിക്കും, കുറേ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പം ഞാനിങ്ങനെ വേഗം വീഡിയോസ് ഇടും. അപ്പം അത്ര ഞാൻ എഡിറ്റിങ് അങ്ങനെ കറക്റ്റായിട്ട് ആവില്ല. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് സ്പീഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ഓരോന്ന് നോക്കി ചെയ്യണ്ടേ അങ്ങനെ. അപ്പോൾ അതേ വെയിലൊക്കെ വന്നു തുടങ്ങിയാണ്ടാ, എന്താ വെയിൽ ഇങ്ങനെ ഉദിച്ച് വന്നു തുടങ്ങി, ചെറിയ ചൂടൊക്കെ ആയി തുടങ്ങി. പണ്ട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ കുറേ കാര്യങ്ങളാണ് ഇവിടെ. കുറേ കെട്ടിടങ്ങളൊക്കെ അങ്ങനെയുണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയിട്ട്. അവർക്ക് തണുപ്പ് വേണമല്ലോ. അപ്പോൾ തണുപ്പുള്ള സ്ഥലങ്ങൾ തപ്പി നടന്ന് അവരിങ്ങനെ ഇപ്പോൾ ഊട്ടി, കൊടൈക്കനാൽ, മുന്നാർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവരധികം താമസിച്ചിരുന്നു എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ റെസ്റ്റ് ഹൗസുകളും കാര്യങ്ങളൊക്കെ പണിതിട്ടുള്ളത്. പണ്ട് കാലത്തുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് ഇവിടെ. ഞാനേ വീഡിയോ ഇടാട്ടാ പിന്നെ.